തങ്ങന്മാരെ കാണുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ ഉസ്താദുമാരെയും തങ്ങന്മാരെയും കാണുമ്പോൾ കരച്ചിൽ വരും. ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടി പൊട്ടി ചെറുപ്പക്കാരനാണ്, യുവാവാണ്, അയാൾ ഇങ്ങനെ കരയുകയാണ്. തങ്ങളെ എന്റെ കാര്യം വലിയ കഷ്ടവാ, ഞാനാകെ നഷ്ടത്തില, ഞാനാകെ ദുരന്തത്തില, ഞാനാകെ ദുരിതത്തില, എന്റെ ജീവിതം മുഴുവനും ഇപ്പൊ കണ്ണീര് കുടിച്ചുകൊണ്ടാ ഓരോ ദിവസവും ഞാൻ ഉറക്കമെണീക്കുന്നതും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും. എന്താ മോനെ നിന്റെ പ്രശ്നം എന്താടാ, നീ പറഞ്ഞോ. അയാള് പറയാൻ തുടങ്ങി, UAE അത്യാവശ്യം നല്ല ബിസിനസ് ഉള്ള ആളാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും 2 ചെറിയ മക്കളും എന്നോടൊപ്പമാണ് UAE താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് എന്റെ ബിസിനസിന്റെ ശൃംഖലകളൊക്കെ അങ്ങനെ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ UAE നിന്നും നാട്ടിലേക്ക് ഞാൻ താമസം മാറ്റാൻ തീരുമാനിച്ചു. 2 ചെറിയ മക്കളെ ഉള്ളത് നാട്ടിലുള്ള സ്കൂളിൽ ഞാൻ ചേർത്തു. ഇപ്പോൾ എന്റെ വീട് അത് ഭംഗിയായ നല്ല ആഡംബര സമ്പന്നമായ വീടാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ അദ്ദേഹം എനിക്ക് സമ്മാനിച്ച എന്റെ തറവാട്, ആ വീട്ടിലേക്ക് എന്റെ മാതാവിന് പോകാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ 2 ചെറിയ മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർത്ത് എന്റെ മാതാവും എന്റെ പ്രിയതമയും കൂട്ടി ഞാൻ നാട്ടിൽ വന്ന് താമസമാക്കി. UAE ബിസിനസ് ഉള്ള ഞാൻ കൃത്യമായി മാസത്തിൽ 2 തവണ എന്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഉമ്മാന്റെ റൂമിലാണ് വീട്ടിലെ ലാൻഡ് ഫോൺ ഇരിക്കുന്നത്. ആ ലാൻഡ് ലൈനിൽ ബന്ധപ്പെടുമ്പോൾ സുദീർഘമായി സംസാരിക്കാൻ എന്റെ വൈഫിന് ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പോ പറഞ്ഞു, മോളെ സിമ്പിൾ സൊല്യൂഷൻ, ഞാനൊരു മൊബൈൽ ഫോൺ നിനക്ക് മേടിച്ചു തരാം. അങ്ങനെ ഞാൻ അവൾക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു. മൊബൈൽ ഫോണിൽ ഞാൻ നിരന്തരം അവളുമായി സംസാരിച്ചു. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ ഞാൻ മൊബൈൽ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. നിരന്തരം ഞാൻ ബന്ധപ്പെട്ടു, മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ ലാൻഡ് ലൈനിൽ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു, എന്തു പറ്റി മോളെ, മൊബൈൽ എന്താ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എന്താ? എപ്പോഴും മെസ്സേജ് വരികയാ, ആരാ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇയാള് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നീ അതിന് മൊബൈൽ ഓഫ് ആക്കുന്ന എന്തിനാ? ഞാൻ വിളിക്കുമ്പോ നീ മൊബൈൽ അറ്റൻഡ് ചെയ്താൽ പോരെ, എന്റെ മെസ്സേജ് നീ ഓപ്പൺ ആക്കിയാൽ പോരെ. ആരാരെങ്കിലും മെസ്സേജ് അയച്ചാൽ അവിടെ കിടന്നോട്ടെ, നീ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കോൾ ചെയ്താൽ നീ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനും നീ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമായി മൊബൈൽ ഫോൺ നിനക്ക് ഞാൻ മേടിച്ചു തന്നത്. അങ്ങനെ വീണ്ടും മൊബൈൽ ഓണായി. ഈ ഭാര്യയെ സംബന്ധിച്ചു പറഞ്ഞാൽ നല്ല സ്വാലിഹത്തായ ഭാര്യയാണ്. കൃത്യമായി എന്നെ സുബഹി നിസ്കാരത്തിന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സ്വന്തം ഉമ്മാനെക്കാളും സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്നെ ആത്മാവിനേക്കാൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ചെറിയ മക്കളെ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാനെങ്ങനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം അതാ ഒരു ഉച്ചയുറക്കം, ഞാനിങ്ങനെ UAE എന്റെ ഫ്ലാറ്റിൽ ഞാനിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്നൊരു ഫോൺ വരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ മറുതലയ്ക്കൽ ഉമ്മയാണ്. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, എത്രയും പെട്ടെന്ന് നീ നാട്ടിലേക്ക് കയറി വരണം. എന്താ ഉമ്മ വിഷയം എന്താ? ഉമ്മ വിഷയമൊന്നും പറയുന്നില്ല, ഒരൊറ്റ കരച്ചിലാണ് ഉമ്മ ഫോൺ വെച്ചു. ഞാൻ ഖത്തറിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിയുമായി ബന്ധപ്പെട്ട് നോക്കി, പെങ്ങളെ എന്താ പ്രോബ്ലം ഉള്ളത്, എന്താ കംപ്ലൈന്റ് ഉള്ളത്, എന്താ പ്രശ്നമുള്ളത് പറയി. അവളൊന്നും പറയുന്നില്ല. അതേ പെങ്ങളുടെ അതേ സഹോദരിയുടെ ഭർത്താവിനെ ഞാൻ ബന്ധപ്പെട്ടു, അദ്ദേഹവും ഖത്തറിലാണുള്ളത്. ഞാൻ ചോദിച്ചു, അളിയ എന്താ വിഷയം? ഉമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ കരയുന്നു. വിഷയങ്ങളൊന്നും എനിക്കറിയില്ല, മടിച്ചിട്ടാണെങ്കിലും അളിയനാണ് എന്നോട് ആ വിഷയം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദര, ആ 2 ചെറിയ മക്കളെ സ്കൂളിൽ പറഞ്ഞേച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മാതാവ് ബാത്റൂമിൽ കയറുന്ന സമയം നോക്കി ആരുടെയോ കൂടെ എങ്ങോട്ടോ പോയിരിക്കുന്നു.
ആരെ സംബന്ധിച്ചാണിത് പറയുന്നത് സഹോദരങ്ങളെ? ദീനിയായ ചിട്ടവട്ടങ്ങളിൽ വളർന്നൊരു പ്രിയപ്പെട്ട പൊന്നുമോളെ പറ്റിയാണ്. നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് സുബഹി നിസ്കാരത്തിന് നമ്മെ വിളിച്ചുണർത്തുന്ന, നമുക്ക് വേണ്ടി ദീനിന്റെ കാര്യങ്ങൾ നമ്മളോട് സ്നേഹപൂർവ്വം സതുപദേശം നടത്തി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, അവരെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. ഈ സഹോദരൻ പറയുന്നു, തങ്ങളെ, ഞാൻ അന്ന് വൈകുന്നേരം എമർജൻസി ടിക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ വളരെ വിഷമിച്ചു നോക്കുമ്പോൾ രണ്ട് ചെറിയ മക്കളെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ കണ്ടതും ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് കരയുകയാണ്. ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് കരയുകയാണ്. രണ്ട് ചെറിയ മക്കളും എന്നെ നോക്കിയിട്ട്, വാപ്പിച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങളുടെ ഉമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. എനിക്കവരോട് മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാനാകെ വിഷണ്ണനായി, വിഷമിച്ചു ദുഃഖിതനായി ഒരു പ്രൈവറ്റ് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആ വിവരമൊന്ന് അന്വേഷിക്കാൻ, അവളെ പറ്റി എവിടെയെങ്കിലും വല്ല ഇൻഫർമേഷനും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ അവരൊരുപാട് തലങ്ങും വിലങ്ങും അന്വേഷിച്ചു. ഒരു വിവരവുമില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്താൽ അതെനിക്ക് ഷെയ്മാണ്. നാട്ടിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള, അത്യാവശ്യം ആളുകളിൽ നല്ല ഇസ്സത്തും അഭിമാനവും ഉള്ളയാളാണ് ഞാൻ. ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ എന്റെ അഭിമാനത്തിന് അത് ക്ഷതമല്ലയോ എന്ന് ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് പോലീസിൽ പെറ്റീഷൻ കൊടുത്തില്ല. ഒടുവിൽ സഹികെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തപ്പോൾ അവർ അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവരുടെ നമ്പറിലേക്ക് വന്ന നിരന്തരം വന്ന മെസ്സേജുകളെ സംബന്ധിച്ച്, നിരന്തരം വന്ന മിസ് കോളുകളെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഏതോ ഒരു കോട്ടയത്തുകാരനായ അന്യമത സഹോദരനാണ് അവരുടെ മൊബൈലിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അവൾ അങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ അന്വേഷിച്ചു, കോയമ്പത്തൂരിൽ അന്വേഷിച്ചു, ഒറീസയിൽ അന്വേഷിച്ചു.